അക്ഷരാർത്ഥത്തിൽ സിനിമാറ്റിക്. അങ്ങനെ മാത്രമേ വിശേഷിപ്പിക്കാൻ പറ്റൂ ഷഫാലി വർമ്മയുടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ. നമ്മൾ ഈ സ്പോർട്സ് സിനിമകളിലൊക്കെ കാണുന്നത് പോലെ നിർഭാഗ്യവശാൽ ടീമിന് പുറത്താകുന്ന താരം നിർണായക സമയത്തൊട്ടും പ്രതീക്ഷിക്കാതെ വീണ്ടും ടീമിലെത്തുന്നു. ഒടുവിൽ ടീമിനെ കിരീടം നേട്ടത്തിലെത്തിച്ച് അയാൾ സൂപ്പർ ഹീറോ ആകുന്നു. അത്തരമൊരു സിനിമാറ്റിക് അധ്യായം ഷഫാലി വർമ്മയുടെ ജീവിതത്തിൽ എഴുതി ചേർത്തിരിക്കുകയാണ് കാലം. ഒരുപക്ഷെ കഴിവുണ്ടായിട്ടും പുറത്തു പോകേണ്ടി വന്നപ്പോൾ ഒഴുക്കിയ കണ്ണീരിനുള്ള പ്രതിഫലം. ഏകദിനത്തിൽ ഉൾപ്പെടെ ഇന്ത്യൻ ടീമിന്റെ ഓപ്പണറായി സ്ഥാനം ലഭിച്ചിട്ടും മോശം ഷോട്ട് സെലക്ഷനും അതുമൂലമുണ്ടാകുന്ന ഫോം ഔട്ടും കാരണം ടീമിന് പുറത്തായ ഷഫാലിക്ക് പകരം ആ സ്ഥാനത്തേക്ക് വന്ന താരമാണ് പ്രതിക റാവൽ. അതേ പ്രതിക പരിക്കു കാരണം പുറത്തു പോയപ്പോഴാണ് ലോകകപ്പിന്റെ സെമി ഫൈനൽ പോലൊരു നിർണായക മത്സരത്തിലേക്ക് ഷഫാലിക്ക് വീണ്ടും വിളി വരുന്നത്. അവിടെ അവൾക്ക് തെളിയിക്കാൻ ഒരുപാടുണ്ടായിരുന്നു. സെമിയിൽ കാലിടറിയെങ്കിലും ഫൈനലിൽ ഷഫാലി അത് സാധിച്ചിരിക്കുന്നു. 87 റൺസുമായി ഇന്ത്യയുടെ ടോപ്പ് സ്കോററായ ഷഫാലി നിർണായക സമയത്ത് 2 വിക്കറ്റുകൾ വീഴ്ത്തി ടീമിനെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു. ദീപ്തി ശർമ്മയുടെയും ഷഫാലിയുടെയും ചുമലിലേറിയാണ് ഇന്ത്യ വനിതകൾ കന്നി ലോകകപ്പിൽ മുത്തമിട്ടത്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരത്തിനിടെ ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ ഡബിൾ സെഞ്ചുറി നേടിക്കൊണ്ടാണ് ഇന്ത്യൻ ബാറ്റർ ഷഫാലി വർമ്മ ചരിത്രമെഴുതിയത്. വെറും 194 പന്തിൽ നിന്നാണ് ഷഫാലി വർമ്മ തന്റെ ഇരട്ട സെഞ്ചുറി തികച്ചത്. 256 പന്തിൽ ഇരട്ട സെഞ്ചുറി എന്ന ഓസ്ട്രേലിയയുടെ അന്നാബെൽ സദർലാൻഡിന്റെ റെക്കോർഡാണ് ഷഫാലി മലർത്തിയടിച്ചത്. എന്നാൽ ഈ നേട്ടങ്ങളിലേക്കുള്ള ഷഫാലിയുടെ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് വനിതാ ക്രിക്കറ്റ് ലോകത്ത് വലിയ സ്വാധീനം ചെലുത്തിയ ഇന്ത്യൻ താരമാണ് ഷഫാലി വർമ്മ. 2004 ജനുവരി 28-ന് ഇന്ത്യയിലെ ഹരിയാനയിൽ ജനിച്ച ഷഫാലി 5-ാം വയസ്സിൽ ക്രിക്കറ്റിന്റെ ലോകത്തേക്ക് പിച്ചുവച്ചു. ഷഫാലിയുടെ തകർപ്പൻ ബാറ്റിംഗ് ശൈലി, പെട്ടെന്നുള്ള ഫുട്വർക്ക്, ഫീൽഡിനെ ഭയക്കാതെ സമീപനം എന്നിവ ഷഫാലിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കിയിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ അവളെ പ്രശസ്തിയിലേക്ക് ഉയർത്താൻ പോന്ന ഘടകങ്ങളായിരുന്നു അവ. ഇത് ഷഫാലിയെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന കളിക്കാരിൽ ഒരാളാക്കി മാറ്റി. പെൺകുട്ടികൾക്ക് ക്രിക്കറ്റിലേക്ക് എത്താൻ പരിമിതമായ അവസരങ്ങൾ ഉണ്ടായിരുന്ന ഹരിയാനയിലെ ഒരു ചെറിയ പട്ടണത്തിൽ നിന്നാണ് ഷഫാലി പ്രശസ്തിയിലേക്ക് എത്തിയത്. ഷഫാലിയുടെ പിതാവ് സഞ്ജീവ് വർമ്മ തികഞ്ഞ ക്രിക്കറ്റ് പ്രേമിയായിരുന്നു. സഞ്ജീവാണ് കുഞ്ഞു ഷഫാലിയിലെ കഴിവുകൾ ആദ്യമായി തിരിച്ചറിഞ്ഞത്. കുഞ്ഞു ഷഫാലിക്ക് ക്രിക്കറ്റിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞു നൽകിയതും സഞ്ജീവ് തന്നെയായിരുന്നു. ഷഫാലിക്ക് ക്രിക്കറ്റ് പരിശീലനം നൽകാൻ അക്കാദമികൾ തോറും സഞ്ജീവ് കയറിയിറങ്ങി. ചെറിയ പട്ടണത്തിലായതിനാൽ തന്നെ പരിശീലനത്തിൽ പല വെല്ലുവിളികൾ നേരിടേണ്ടി വന്നിട്ടും അതൊന്നും ഷഫാലിയെ തളർത്തിയില്ല.